AC ശ്രീഹരിയെ അനുസ്മരിച്ചു. ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ. വ്യത്യസ്തനായ കവി, മികച്ച ഇംഗ്ലീഷ് അധ്യാപകൻ, പ്രഭാഷകൻ, സാമൂഹ്യ പ്രവർത്തകൻ തുടങ്ങിയ നിലകളിൽ പയ്യന്നൂരിലും സമീപ പ്രദേശങ്ങളിലും 4 നൂറ്റാണ്ട് കാലമായി പ്രവർത്തിച്ചു പോന്ന ഡോക്ടർ AC ശ്രീഹരിയുടെ അകാല നിര്യാണത്തിൽ അനുശോചനമർപ്പിക്കാൻ പയ്യന്നൂർ AC ശ്രീഹരി അനുസ്മരണ സമിതി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. തീർച്ചയായിട്ടും പല നിലകളിൽ ഓർമ്മിക്കപ്പെടേണ്ടുന്ന പ്രവർത്തനങ്ങൾ തന്റെ ചെറിയ ഒരു ജീവിത കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ള ആളാണ് ശ്രീഹരി മാഷ്. എഴുത്തുകാരൻ, അതുപോലെ ഏറ്റവും മികച്ച ഇംഗ്ലീഷ് അധ്യാപകൻ, മലയാള കവിതയെ കുറിച്ച് വളരെ ആഴത്തിൽ ധാരണയുള്ള ഒരു സാഹിത്യ നിരൂപകൻ, അക്കാഡമിക് ബോർഡ് എന്ന നിലയിൽ വലിയ നിലയിലുള്ള അക്കാദമികമായിട്ടുള്ള ഒരു മുൻകൈ എടുത്തിട്ടുള്ള ഒരാൾ, പല നിലകളിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ തന്നാൽ ആവും വിധം മുഴുകിയിട്ടുള്ള ഒരാൾ, തനിക്ക് ചുറ്റും എപ്പോഴും എല്ലാവരിലേക്കും വെളിച്ചം പ്രസരിപ്പിച്ചു തന്നിട്ടുള്ള, എപ്പോഴും ചിരിച്ചുകൊണ്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന ഒരാൾ എന്നിങ്ങനെ പല നിലകളിൽ ശ്രീഹരിയെ ഓർമ്മിക്കുന്ന ആളുകളുള്ള ഒരു സ്ഥലമാണ് പയ്യന്നൂർ. പല നിലകളിൽ ശ്രീഹരി വ്യവഹരിച്ച ഒട്ടേറെ മണ്ഡലങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെതായാലും ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെതായാലും അധ്യാപകരായാലും ഒക്കെയുള്ള ഒരു സ്ഥലത്ത് ശ്രീഹരിയെ ആ നിലയിൽ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഓർമ്മിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു ശൂന്യതയിൽ നിന്നാണ് വളരെ എളുപ്പം ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കാൻ ശ്രീഹരിയുടെ പ്രത്യേകിച്ചും ശ്രീഹരിയുടെ ഗുരുനാഥന്മാർ കൂടിയായിട്ട് EV രാമകൃഷ്ണ മാഷും EP രാഘവപുരം മാഷും മുൻകൈ എടുക്കുന്നത്. P പ്രേമചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. EV രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. തനിക്ക് വിദ്യാർത്ഥി സമൂഹത്തിന് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യാനാവും എന്നാണ് ശ്രീഹരി എന്നും ചിന്തിച്ചത്. ഇത് ഇന്ന് അത്രയൊന്നും കാണാത്ത ഒരു സവിശേഷതയാണ്. സ്വകാര്യ നേട്ടങ്ങളിലോ അംഗീകാരങ്ങളിലോ അഭിരമിക്കുന്ന ഒരാളായിരുന്നില്ല വേദികളിൽ നിന്നും കഴിയുന്നത്ര വിട്ടുനിന്ന ശ്രീഹരി. തൻ്റെ എഴുത്തു ജീവിതത്തെ ബലി കൊടുത്തുകൊണ്ടാണ് ശ്രീഹരി ഇത്തരം ഒരു സാമൂഹ്യ സർഗാത്മകതയുടെ വഴി തിരഞ്ഞെടുത്തത് എന്നതും ഓർമ്മിക്കേണ്ടതാണ്. സംസ്കാരം എന്നാൽ ദൈനംദിന ജീവിതത്തിൽ നാം നടത്തുന്ന പ്രവർത്തനങ്ങളാണ്, അല്ലാതെ ചില മൂല്യങ്ങളെ പറ്റിയുള്ള പ്രസംഗങ്ങളല്ല എന്ന നിലപാടാണ് ശ്രീഹരിയെ നയിച്ചത്. പ്രശസ്ത എഴുത്തുകാരൻ CB ബാലകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ശ്രീഹരിയുടെ ഒരു വിദ്യാർത്ഥിനി ഈ മരണമറിഞ്ഞ് എന്നെ വിളിച്ചപ്പോഴും ഫോണിലൂടെ അവൾ കരഞ്ഞ കരച്ചിൽ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അത് വളരെ നിഷ്കളങ്കമായ ഒരു സ്നേഹത്തിൻ്റെ പ്രകടനമായി. ശ്രീഹരിയെ അറിയുന്ന എല്ലാവരെയും ഈ വിയോഗം അത്രമേൽ മതിച്ചിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഞാൻ ശ്രീഹരിയുടെ ഈ സൗമ്യ സാന്നിധ്യം ഏറ്റവും ഒടുവിലായിട്ട് അറിഞ്ഞത് ആ തീയതി എനിക്ക് ഓർമ്മയുണ്ട്. ഫെബ്രുവരി 26 അന്ന് പയ്യന്നൂർ കോളേജിൽ ഒരു ചടങ്ങുണ്ടായിരുന്നു. കോളേജുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചടങ്ങ്. വളരെ കാലത്തിന് ശേഷമാണ് ഞാൻ പയ്യന്നൂർ കോളേജിലേക്ക് ഒരു ചടങ്ങിനായിട്ട് പോകുന്നത്.
മഹത്വം നമുക്കൊരു അപരിചിതമായിട്ടാണ് തോന്നുന്നുണ്ടായിരുന്നു. അന്നവിടെ ചെന്നിറങ്ങുമ്പോഴും ആ ചടങ്ങ് നടക്കുന്ന പുതിയ ഹാളിലേക്ക് പോകുമ്പോഴും ചടങ്ങ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും ശ്രീഹരി എൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. ശ്രീഹരിയോട് ചേർത്തിട്ട് നമ്മൾ പറയാവുന്ന മലയാള പദം ഈ സൗമ്യത എന്ന് തന്നെയാണ്. ശ്രീഹരിയുടെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകൾ, ഒരുപക്ഷെ ചില പോരായ്മകൾ രാമകൃഷ്ണൻ മാഷ് ഇവിടെ പറയുകയുണ്ടായി. പൊതുവിൽ പിറകോട്ട് മാറി നിൽക്കുന്ന ഒരു പ്രകൃതം, അത് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ ഒരു കാലത്തിന് സാഹിത്യ സംസ്കാരത്തിന് നിരക്കുന്നതല്ല എന്നുള്ളതാണ് വാസ്തവം. ശ്രീഹരിയുടെ കാവ്യജീവിതത്തെയും വ്യക്തിജീവിതത്തെയും ആഴത്തിൽ അടയാളപ്പെടുത്തിയ മറുവാക്കിലെ ജീവിതമെന്ന ഓർമ്മ പുസ്തകം CV ബാലകൃഷ്ണൻ വേദിയിൽ വെച്ച് പ്രകാശനം ചെയ്തു. ഡോക്ടർ PK ഭാഗ്യലക്ഷ്മി ഏറ്റുവാങ്ങി. കവി PN ഗോപികൃഷ്ണൻ, അൻവർ അലി, അംബികാസുധൻ മാങ്ങാട്, മാധവൻ പുറച്ചേരി, വീരാൻകുട്ടി, ഡോക്ടർ PK ഭാഗ്യലക്ഷ്മി, ആശാലത, VH നിഷാദ്, എതിർദിശ സുരേഷ്, EP രാജഗോപാലൻ, P സന്തോഷ്, സോന രാജീവൻ, CK കുഞ്ഞിരാമൻ മാസ്റ്റർ എന്നിവർ ശ്രീഹരിയെ അനുസ്മരിച്ചു സംസാരിച്ചു. തൻ്റെ ഇടപെടലിലൂടെ ജീവിതത്തെ സർഗാത്മകമായി നിർവചിക്കാൻ ശ്രമിച്ച ഒരാളായിരുന്നു ഡോക്ടർ ശ്രീഹരി. കാൽനൂറ്റാണ്ടിലേറെ കാലത്തെ പയ്യന്നൂർ കോളേജിലെ ഇംഗ്ലീഷ് അധ്യാപകൻ എന്ന നിലയിലുള്ള പ്രവർത്തനം സൗഹാർദ്ദവും സർഗാത്മകതയും ജനാധിപത്യ ബോധവും കൊണ്ട് വേറിട്ട് നിന്നതായിരുന്നു. തൻ്റെ ഇടപെടലിലൂടെ ജീവിതത്തെ സർഗാത്മകമായി നിർവചിക്കാൻ ശ്രമിച്ച ഒരാളായിരുന്നു ഡോക്ടർ ശ്രീഹരി. മെയ് അവസാനം വിരമിച്ച് ഒരാഴ്ചക്കുള്ളിലാണ് ഹൃദയാഘാതം മൂലം അദ്ദേഹം മരണപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്. പ്രകൃതിയുടെ മടിത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ്. ഒഴിച്ചിൽ, കിഴികൾ, ധാര, വസ്തി, നസ്യം, പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം. മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ. വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. കൃത്യതയാർന്ന പരിചരണം. പ്രകൃതിദത്ത ഭക്ഷണം. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ.